ഇത് നോക്കൂ, നിങ്ങൾ ഗൾഫിൽ പോയ ആളുകളാണല്ലോ നമ്മുടെ മുന്നിലൊക്കെ ഉള്ള പല ആളുകളും. അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പള്ളിയുടെ സൈഡുകളിൽ മുസല്ലൻ നിസാ ഉണ്ട്, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. അത് പള്ളി എന്ന അർത്ഥത്തിലല്ല, ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ വന്ന് നിസ്കരിക്കാനല്ല, യാത്രക്കാർക്ക് നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ ഏത് ഇടങ്ങളാണോ ശുദ്ധിയുള്ള സ്ഥലം കണ്ടവർ നിസ്കരിക്കണം. അപ്പോൾ ആ യാത്ര വർദ്ധിച്ചപ്പോൾ അതിനുള്ള സൗകര്യം നൽകിയതാണ്. എന്നാൽ ഇത് വിദേശ നാടുകളിൽ അതിനു മുമ്പേ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ട് യഥാർത്ഥത്തിൽ വഹാബികൾ വെട്ടിലായതാണ്. അവിടെ ഈ മുസല്ലൻ നിസാ എന്ന പേര് കണ്ടപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനുള്ള സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ അവിടെ ഗൾഫിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇത് ബോധ്യപ്പെടും. ഗൾഫ് നാടുകളിൽ പള്ളിക്ക് ചാരേ അവിടെയുള്ള ഔക്കാഫ്, അവിടെയുള്ള ഇമാമുമാർക്ക്, പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുന്ന ആളുകൾക്ക്, അവിടെ ഖുത്ബ നിർവഹിക്കുന്ന ആളുകൾക്ക് ഒരു റൂം സെറ്റ് ചെയ്യാറുണ്ട്. ആ റൂമിൽ അവരുടെ കുടുംബസമേതം ഇമാമ് താമസിക്കുന്നു. ആ താമസിക്കുന്ന ഇമാമ് ബാങ്ക് വിളിക്കുമ്പോൾ, ഇഖാമത്ത് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വരും ഇമാമ് നിൽക്കാൻ, അദ്ദേഹം നിസ്കരിക്കാൻ. പക്ഷെ എവിടെയെങ്കിലും, ഞാൻ ഒരുപാട് അറബ് രാഷ്ട്രങ്ങളിൽ ഒരുപാട് കാലം അവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഇമാമും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തൻ്റെ ഫാമിലിയുമായി പള്ളിയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, സംഭവങ്ങൾ അവിടെ ഇല്ല. പിന്നെ ഉള്ളത് ഈ മുസല്ലൻ നിസാ ഉണ്ട്. അവിടെ ചില ആളുകളൊക്കെ വണ്ടി കൊടുന്ന് നിർത്തി അവിടെ നിസ്കരിക്കാറുണ്ട്. ഇതല്ലാതെ അവിടെ ഫ്ലാറ്റുകളിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവിടെയുള്ള സ്ത്രീകളെയൊക്കെ ജുമാക്കും ജമാഅത്തിനുമെന്ന് പേര് പറഞ്ഞ് ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ കേരളത്തിലെ വഹാബികളായ ആളുകൾ, മൗലവിമാർ UAE-യിലും സൗദി അറേബ്യയിലും താമസിക്കുന്നുണ്ട്. ഫ്ലാറ്റുകളിൽ അവർ താമസിക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റുകളിൽ നിന്ന് എത്ര മൗലവിമാരാണ് അവരെ ഭാര്യമാരെയും കൂട്ടി പള്ളിയിൽ പോകാറ്? കാണാറില്ല. അവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവം. പിന്നെ മുസല്ലൻ നിസാ ഉണ്ട്, അതവിടെ യാത്രക്കാരായ ആളുകൾ നിസ്കരിക്കാറുണ്ട്, വിദേശികളായ പല ആളുകളും കയറി നിസ്കരിക്കാറുണ്ട്. പക്ഷേ ബാങ്കും ഇഖാമത്തും കൊടുക്കുമ്പോൾ ഫ്ലാറ്റുകളിൽ നിന്നെല്ലാം സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ഇറങ്ങി വന്ന് നിസ്കരിക്കുന്ന സംവിധാനം അവിടെ കാണാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം അത് നിർവഹിക്കേണ്ടത് ആരായിരുന്നു? ആ പള്ളിയിലെ ഇമാമുമാരായിരുന്നു. അവരുടെ ഭാര്യമാരും പെൺമക്കളും തൊട്ടടുത്ത റൂമിലുണ്ട്, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുണ്ട്. പക്ഷെ അവർ പള്ളിയിൽ പോകാറില്ല. പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ ഇംറഅതൻ ഖറജത് ഇലാ ജുമഅത്തിൻ വലാ ജമാഅ. അല്ലാഹുവിൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരിൽ നിന്ന് ഒരാൾ പോലും പള്ളിയിലേക്ക് പോയത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഇലാ ജുമുഅത്തിൻ വലാ ജമാഅ, ജുമുഅക്കും പോയിട്ടില്ല, ജമാഅത്തിനും പോയിട്ടില്ല. ഇത് പറയുന്നത് നമ്മൾ ആരുമല്ല, 1000 വർഷം മുമ്പ് കഴിഞ്ഞു പോയ നാസിറുൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. നമുക്ക് അറിയാം, വലിയ മുഹദ്ദിസാണ്. അവരെക്കാൾ വലിയ മുഹദ്ദിസാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ജുമുഅക്കും ഒരു ജമാഅത്തിനും ഒരു പള്ളിയിലും ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയും പോയിട്ടില്ല. വ അസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമകാനിഹിന്ന മിൻ റസൂലില്ലാഹി ഔലാ ബി അദാഇൽ ഫറായിദ്. അവരല്ലേ ഈ കാര്യം ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു നിസാഉ മിൻ അഹ്ലി ബൈത്തിഹി വ ബനാതിഹി വ അസ്വാജിഹി വ മൗലിയാതിഹി വ ഖദമിഹി വ ഖദമി അഹ്ലി ബൈത്തിഹി. റസൂലുള്ളാഹിന്റെ പെൺമക്കളുണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുണ്ട്, റസൂലുള്ളാഹിന്റെ വീട്ടിൽ സേവനം ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഇവരാരും തന്നെ ഫമാ അലിംതു മിൻഹുന്ന ഇംറാതൻ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും ഖറജത്ത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ, ഒരു ജുമുഅക്ക് പോയതായി അറിയില്ല. ആര്? റസൂലുള്ളാഹിന്റെ ഭാര്യമാരില്ല. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഈ ഒരൊറ്റ സ്ത്രീയും പള്ളിയിൽ പോയിട്ടില്ല, ജുമുഅക്ക് വേണ്ടി പോയിട്ടില്ല. വൽ ജുമുഅത്തു വാജിബത്തുൻ അലർ റിജാലി ബിഅക്സറ മിൻ വുജൂബിൽ ജമാഅ, മറ്റുള്ള ജമാഅത്തുകളെക്കാൾ പുരുഷന്മാർക്ക് ശക്തമായ നിർബന്ധമാണ് ജുമുഅ. ആ ജുമുഅ നിസ്കാരത്തിൽ പോലും പോയിട്ടില്ല. വലാ ഇലാ ജമാഅ, മറ്റൊരു ജമാഅത്തിലേക്കും ഈ സ്ത്രീകൾ പോയിട്ടില്ല. ഫീ ലൈലിൻ ഔ നഹാർ, രാത്രിയും പോയിട്ടില്ല, പകലും പോയിട്ടില്ല.
ഇനി ആർക്കത് വേണ്ടത്? ഇവിടെ നമ്മുടെ സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെ ജുമാ ജമാഅത്തിന് വേണ്ടി വലിച്ചു കൊണ്ടുപോവുക. ഇതാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട്. ദീനിൽ ഹലാൽ അനുവദനീയമായ ഒരു കാര്യം നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ബിദ്അത്താണ്. ഒരു കാര്യം ചെയ്യുക എന്നത് മാത്രമല്ല ബിദ്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ആ ഇല്ലാത്ത കാര്യം പ്രവർത്തിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ബിദ്അത്ത്. ശരിയായ കാര്യം തെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്നതും ബിദ്അത്താണ്. പക്ഷെ ഇവർക്കൊരു പ്രത്യേക രീതിയുണ്ട്. അത് ഖവാരിജുകളുടെ അതേ രീതിയാണ്. ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് പ്രഖ്യാപിച്ചു. പള്ളിയുടെ മൂലകളിൽ ഖവാരിജുകൾ ഇരുന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖുത്ബ നിർവഹിക്കുകയാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കി ഈ കോർണറുകളിൽ ഇരുന്ന ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിനുള്ളിൽ പറഞ്ഞത് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാന യറാഹും ശിറാറ ഖൽഖില്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരായിരുന്നു ഖവാരിജുകൾ എന്ന് ആര്? ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. സ്വഹാബിയാണല്ലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി തന്നെ പറയുന്നു അവർ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അവർ അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കി. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളെയൊക്കെ കാഫിറാക്കുന്ന പോലെ തൗഹീദ് കിട്ടിയിട്ടില്ല. ആർക്ക്? അലി റളിയല്ലാഹു അൻഹുവിന് ആരാധന അള്ളാഹുവിന് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. നല്ല കേൾക്കാൻ നല്ല രസമുള്ള വാക്കാണ്, നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു വാക്കാണ് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. ഇരിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, അതാണ് ഖവാരിജുകൾ പറഞ്ഞത്. അള്ളാഹുവിന് മാത്രമേ വിധി പറയാൻ പറ്റുള്ളൂ. ഫഖദ് ഹക്കംത റിജാലൻ ഫീ ദീനില്ലാ, അള്ളാഹിന്റെ ദീനിൽ വിധി പറയാൻ വ്യക്തികളെ നിശ്ചയിച്ചില്ലേ? അതുകൊണ്ട് അലി നിങ്ങൾ കാഫിറാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത സഹാബത്തൊക്കെ കാഫിറാണ്, എല്ലാവരും കാഫിറാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഏക പ്രസ്ഥാനാണ്, അതിനുവേണ്ടി സംവാദം നടത്തിയ പ്രസ്ഥാനാണ് കേരളത്തിലെ വഹാബികൾ എന്നല്ല. പേര് മാറ്റിയാലും അത് ഏകദേശം യോജിപ്പുണ്ടാകും. പക്ഷേ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഖവാരിജുകൾ ഇതിനെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇതാണ് കേരളത്തിലെ വഹാബികളോട് പറയാനുള്ളത്. കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. നോക്കൂ നിങ്ങൾ, കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. കലിമത്തു ഹഖിൻ പറഞ്ഞ വാക്ക് സുന്ദരമായ വാക്കാണ്. ആരാധന അള്ളാഹുവിന് മാത്രം, എത്ര നല്ല സുന്ദരമായ വാക്കാണ്. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം, സുന്ദരമായ വാക്കാണ്. പക്ഷേ ഉരീദ ബിഹിൽ ബാത്തിൽ, അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കാൻ വേണ്ടി കേരളത്തിലുള്ള വഹാബികൾ സുന്നികളെ ഒന്നടങ്കം കാഫിറാക്കാൻ ഓതിയ പോലെ പ്രഖ്യാപിച്ച പോലുള്ളൊരു മുദ്രാവാക്യം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, സുന്ദരമായ വാക്യാണ്. അത് ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. ആരാധന അള്ളാഹുവിന് മാത്രം, ഇത് ഖുർആന്റെ സന്ദേശമാണ്. പക്ഷേ ആ വാക്ക് പറഞ്ഞെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്താണ്? മുസ്ലിമീങ്ങളെ കാഫിറാക്കലാണ്. ഖവാരിജികൾക്ക് അന്ന് ഉദ്ദേശം അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ് പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം. അപ്പം എന്താ വഹാബി പറയുന്നറിയോ? വഹാബികൾ പറയും ആ ബേക്കിൽ നിസ്കരിക്കണ മസ്ബൂഖീങ്ങൾക്ക് തടസ്സം വരൂലേ? നമ്മൾ ഉറക്കെ ദുആ ചെയ്താൽ, ശബ്ദമുയർത്തി ദുആ ചെയ്താൽ മസ്ബൂക്കിന് പ്രശ്നം ഉണ്ടാകും. അത് പ്രശ്നം വരുത്താൻ പാടില്ല. കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ പറഞ്ഞ വാക്ക് ശരിയാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം ഏതല്ല? മസ്ബൂഖീങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് വഹാബിയുടെ പ്രശ്നമല്ല അല്ലേ? എന്നാ പറയാ, നിങ്ങൾ ജുമാ നിസ്കാരത്തിൻ്റെ ശേഷം മസ്ബൂക്കൊന്നും ഉണ്ടാകാറില്ല, നമുക്ക് ഒരു കൂട്ടായിട്ട് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ വഹാബി കേൾക്കൂല. കാരണം അവൻ്റെ ആവശ്യം ഇവിടെയുള്ള ദുആ മുടക്കലാണ്. ഏതല്ല, അവിടെയുള്ള മസ്ബൂക്കിൻ്റെ പ്രശ്നം അവൻ ഉദിക്കുന്നില്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. നമ്മൾ നബിദിനാഘോഷത്തിൻ്റെ ദിവസം നമ്മുടെ റാലി നടത്തുമ്പോൾ വഹാബി കയറി വരും. അവൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം റോഡ് തടസ്സപ്പെടുത്താൻ പാടില്ല. നമ്മളൊക്കെ സ്വീകരിക്കുന്ന വാക്കാണത്, റോഡ് തടസ്സപ്പെടുത്താൻ പാടില്ല. കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. എന്നാൽ തടസ്സമൊന്നുമില്ലാതെ നമുക്ക് മദ്രസയിലോ പള്ളിയുടെ പരിസരത്തോ വെച്ച് നബിദിന പരിപാടി നടത്താമെന്ന് പറഞ്ഞാൽ വഹാബിയെ കിട്ടുമോ? കിട്ടൂല. കാരണം എന്താ? കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, നബിദിനം മുടക്കലാണ്, വഴി തടസ്സമല്ല അവൻ്റെ പ്രശ്നം. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, ഇത് അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കുന്ന അന്ന് ഖവാരിജികൾ എടുത്തു വെച്ച വാക്കാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, സ്വഹീഹിൽ കാണാം, ഖവാരിജുകളുടെ അടയാളം ഇന്തലഖു ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ, കാഫിര്യങ്ങളിൽ അവിശ്വാസികളിൽ ഇറങ്ങിയ ആയത്തുകൾ
മക്കയിലെ മുശ്രിക്കുകളിൽ അവതരിച്ച ആയത്തുകൾ, ആ ആയത്തെടുത്ത് വജഅലൂഹാ അലൽ മുഅ്മിനീൻ, അത് അവർ മുഅ്മിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടും. അത് ഖവാരിജിന്റെ സ്വഭാവമാണ്. ഇന്നും അങ്ങനെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരൊറ്റ പേരെ വിളിക്കാനുള്ളൂ, വഹാബികൾ. അതിൽ ജമാഅത്തും പെടും, മുജാഹിദൊക്കെ പെടും. നോക്കി നിങ്ങൾ, മക്ക മുശ്രിക്കുകളിൽ അവതരിച്ച ആയത്തുകൾ അത് മുസ്ലിമീങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്ന ആരാണുള്ളത്? അതാണ് എത്ര കൃത്യമായിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖവാരിജുകളുടെ അടയാളം പറയുന്നത്. ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ, അവിശ്വാസികളിൽ മക്കയിലെ മുശ്രിക്കുകളിൽ അവതരിച്ച ആയത്തുകൾ, ആ ആയത്തുകൾ ചെന്ന് മുഅ്മിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്ന ആളുകൾ, ഇതാണ് ആര്? ഖവാരിജുകൾ. ഖവാരിജുകളുടെ അടയാളം ക്ലിയറാ. മാത്രമല്ല ഒരുപാട് അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഖവാരിജുകളെ അലി റളിയല്ലാഹു അൻഹുവിനെയും സ്വഹാബാക്കളെയൊക്കെ അവിശ്വാസികളായി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവർ മുസ്ലിങ്ങളാവൂല. പക്ഷെ ഈ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ 73 എന്ന് പറഞ്ഞതിൽ പിഴച്ച 72-ൽ മഹാനായ അബ്ദുൽ ഖാഹിറിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും 72 വിഭാഗത്തെയും അവിടെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ 72 വിഭാഗത്തെ അന്ന് പരാമർശിക്കുക? കാരണം 5-ാം നൂറ്റാണ്ടിൽ ഒരു ഇമാമ് ഈ 72 വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഈ വിഭാഗങ്ങളൊക്കെ ഏതിലേക്ക് ചേർക്കും നമ്മൾ? അപ്പോൾ 72-ൽ തീരൂലേ? ഇത് 75, 76 എങ്ങനെ പോവേണ്ടി വരൂലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മഹാനായ അബ്ദുൽ ഖാഹിറിൽ ബഗ്ദാദി മാത്രമല്ല, ഇസ്ഫറായിനി അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഈ ഗ്രന്ഥത്തിലും ഈ വിഭാഗങ്ങളെയൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതും ആ കാലഘട്ടത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഏതെങ്കിലും ഒരു പുത്തൻ പ്രസ്ഥാനക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ 72 പിഴച്ച കക്ഷികളിൽ വിശ്വാസം ഉണ്ടായിരിക്കും. കറാമിയത്തിൻ്റെ വിശ്വാസം, ആ വിശ്വാസമാണ് അള്ളാഹുവിന് സ്ഥലമുണ്ട് എന്ന വിശ്വാസം. ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് കേരളത്തിലെ വഹാബികൾ. അള്ളാഹുവിന് സ്ഥലമുണ്ട്, അള്ളാഹു ആകാശത്തിലാണ് ഇൻഷാ അല്ലാഹ്. പിന്നീടത് അതുമായി ബന്ധപ്പെട്ട ആ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. അവർ പരസ്യമായി പ്രസംഗിക്കുകയും അവർ എഴുതി വെക്കുകയും ചെയ്യുകയാണ്. സ്ഥലമുണ്ട്, അള്ളാഹുവിന് അവയവമുണ്ട്, അള്ളാഹുവിന് ഭാഗമുണ്ട്. ഇതെല്ലാം കേരളത്തിലെ മുജാഹിദുകൾ എഴുതി വെച്ചതാണ്. അപ്പോൾ അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കറാമിയത്ത് എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ ആശയമാണ് അള്ളാഹുവിന് ഭാഗമുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് സ്ഥലമുണ്ട് എന്ന് പറയുന്ന വിശ്വാസം. ഈ വിശ്വാസം അങ്ങനെ തന്നെ അള്ളാഹുവിന് അവയവമുണ്ട് എന്നുവരെ വഹാബികൾ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇത് ഈ പറയപ്പെട്ട വിഭാഗങ്ങളിലേക്കാണ് നമ്മൾ അവരെ ചേർക്കുന്നത്. അപ്പോൾ പുതിയ ഒരു വിഭാഗമാണെങ്കിലും അവർക്ക് പഴയ കക്ഷികളുമായി വലിയ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ഇത് നോക്കൂ നിങ്ങൾ, ഇവർ ഈ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ അഭൗതികമായ മാർഗത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ശിർക്കാണ്. കാരണം നമ്മളും അവരും അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള ശിർക്ക് അല്ലെങ്കിൽ തൗഹീദ് ഈ വിഷയത്തിൽ വലിയ അന്തരമുണ്ട്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയതല്ല വഹാബികൾ പഠിപ്പിച്ചത്. അവർ അഭൗതിക മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന ആളാരാണോ അതാണ് അവരുടെ അള്ളാഹു. കാര്യകാരണങ്ങൾക്കപ്പുറം ചെയ്യുന്നവൻ അള്ളാഹു, ചെയ്യാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. അതുകൊണ്ടാണ് മുജാഹിദുകൾ രണ്ടായി. സിഹിറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുജാഹിദുകളിൽ സിഹിർ ശിർക്കാണ്, സിഹിറിന് എന്തെങ്കിലും ഫലമുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രതിഫലനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് ഒരു വിഭാഗം വാദിച്ചു. കാരണം എന്താ? സിഹിർ, നമ്മൾ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുകയാണ്, എന്നെ ഒരാൾ മാരണ പ്രവർത്തനം ചെയ്തു, ഇത് കോടതിക്ക് സ്വീകരിക്കാൻ കഴിയൂല. കാരണം എന്താ? ഇതിന് ഭൗതികമായ ഒരു തെളിവുമില്ല. അല്ലെ എനിക്ക് കണ്ണേറ് പറ്റി, അദ്ദേഹത്തിൻ്റെ കണ്ണേറ് എനിക്ക് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമുണ്ട്, രോഗം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്താൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ ആ കേസ് അവർ സ്വീകരിക്കൂല. കാരണം ഇതിന് തെളിവില്ല. ഭൗതികമായ രൂപത്തിൽ ഇതിനെ ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പറഞ്ഞു കണ്ണേറ് ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാം എന്ന് പുറത്തുപോയി. കാരണം എന്താ? അഭൗതിക മാർഗത്തിലൂടെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വിശ്വസിച്ചാൽ അതെല്ലാം അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ്, അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് വഹാബികൾ എഴുതി വെച്ചു.
അതുകൊണ്ടാണ് അവർ ആ കാരണത്താലാണ് സിഹിറിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് എഴുതി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായി വന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വികലമായ വിശ്വാസങ്ങൾ, ഈ പിഴച്ച കക്ഷികളുടെ ആശയങ്ങളും വിശ്വാസങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളെല്ലാം വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 73 വിഭാഗം, പിന്നെ 72 വിഭാഗം പിഴച്ചതും അതിലൊരു വിഭാഗം 73ാമത്തെ ഒരു വിഭാഗം ശരിയായ അഹ്ലുസുന്നയുമാണ്. അതിൽ പിഴച്ച ആളുകളുടെ വിശ്വാസം ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു കക്ഷികളുമായി ബന്ധപ്പെട്ടിരിക്കും. സിഹിറിനെ കുറിച്ച് മുഅ്തസിലത്ത് എന്ന് പറയപ്പെടുന്ന വിഭാഗം അവർ വിശ്വസിച്ചു സിഹിർ ഫലിക്കുകയില്ല, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് വിശ്വസിച്ച പഴയ കാലത്തെ ഒരു വിഭാഗമാണ് മുഅ്തസിലത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വസ്തുത കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ, നോമ്പനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ ഓരോ ദിവസവും 17 തവണ നമ്മൾ ദുആ ചെയ്യുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, എന്നെ മുസ്തഖീമായ വഴിയിൽ എന്നെ നിലനിർത്തണം. മുസ്തഖീമായ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര വരക്കുകയാണ്. ആ വര വരച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദീ സിറാത്തി മുസ്തഖീമ, ഇതാണ് മുസ്തഖീമായ വഴി. എന്നിട്ട് റസൂൽ ആ ഒരു വരയിൽ നിന്നും ഒരുപാട് ഉപശാഖകളായി 2 ഭാഗത്തേക്കും മറ്റു കുറേ വരകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരയ്ക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഫലാ തത്തബിഉസ് സുബുൽ, ഈ വഴികളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ആ വഴികളിലെല്ലാം പിശാചിരിക്കുകയാണ്. അതാണ് അള്ളാഹുവിനോട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഇബ്ലീസ് പറഞ്ഞൊരു വാക്ക് ഖുർആൻ തന്നെ പറയുന്നു, ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, പഠിച്ചവരെ നിന്റെ മുസ്തഖീമായ വഴി ഞാൻ അവിടെ ഇരിപ്പുണ്ടാകും. ലഉഗവിയന്നഹും അജ്മഈൻ, ഞാൻ അവരെയൊക്കെ പിഴപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, മുഖ്ലസീങ്ങളായ അടിമകളെ ഒഴികെ ഞാൻ ബാക്കിയുള്ള പലരെയും ഞാൻ പിഴപ്പിച്ചു കളയും എന്ന് ഇബ്ലീസ് പ്രതിജ്ഞ എടുത്തതാണ്. അപ്പോൾ ഈ വഴി തെറ്റാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, 73 ഗ്രൂപ്പുകളായി എൻ്റെ ഈ ഉമ്മത്ത് പിരിയും. എന്നാൽ കുല്ലുഹും ഫിന്നാർ ഇല്ല മില്ലത്തൻ വാഹിദ, ഒന്നല്ലാത്ത എല്ലാ വിഭാഗങ്ങളും അത് നരകത്തിലാണ്, ഒന്നൊഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വമൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ? വമൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് ആ ഒരു വിഭാഗം, വിജയിച്ച വിഭാഗം ആരാണ്? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും എവിടെയാണോ ഉള്ളത് അത് അംഗീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വഴിയിൽ ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വഹാബത്തിൻ്റെ വഴി അതാണ് യഥാർത്ഥത്തിൽ ശരിയായ വഴി, ഇസ്ലാമിൻ്റെ ശരിയായ ലൈൻ അതാണ്. ആ ലൈനിൽ നിന്ന് പിഴച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് തെറ്റിപ്പോയാൽ യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ വഴി വിട്ട് സഞ്ചരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ എന്ന് പറയുന്നത്. നോക്കൂ, ഒരു ചെറിയൊരു ഉദാഹരണം. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു വിഭാഗമാണ് സലഫികൾ എന്ന് പേര് പറയാറുള്ള മുജാഹിദുകളെന്നോ ജമാഅത്തുകാർ എന്നോ ഒക്കെ പറയപ്പെടുന്ന ആളുകൾ. ഇവരെ കുറിച്ച് ഇവർ പറയുന്ന പരിചയപ്പെടുത്തുന്ന പേര് സലഫികൾ എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സലഫികൾ എന്ന് പറഞ്ഞാൽ, സലഫ് സാലിഹ്യങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ആളുകളല്ല അവർ. എന്തുകൊണ്ടാണ്? മഹാനായ ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം റളിയല്ലാഹു അൻഹു അവിടുത്തെ അർ-റസായിലു ഫി തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം, കുല്ലുൽ മുബ്തദിഅ,
എല്ലാ പുത്തൻ പ്രസ്ഥാനക്കാരും യസ്ഉമൂന അന്നഹും അലാ മദ്ഹബി സലഫ്, അവർ സലഫിന്റെ മദ്ഹബിലാണ് എന്ന് വാദിക്കുന്ന ആളുകളാണ് എല്ലാ പുത്തൻ വിഭാഗങ്ങളും. ഇത് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. സമസ്തക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സുന്നി പ്രവർത്തകരല്ല, ഏതെങ്കിലും നമ്മുടെ പണ്ഡിതന്മാരല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാനായ ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം റളിയല്ലാഹു അൻഹു അവർകളാണ് അവരുടെ ഗ്രന്ഥത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തുന്നത്. അവിടുന്ന് പറയുകയാണ്, എല്ലാ പുത്തൻ പ്രസ്ഥാനങ്ങളും യസ്ഉമൂന അന്നഹും അലാ മദ്ഹബി സലഫ്, അവരെല്ലാം സലഫിന്റെ മദ്ഹബിലാണ് എന്ന് അവരൊക്കെയും വാദിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ സുന്നി എന്ന ഒരു ആശയം നിലനിൽക്കുമ്പോൾ സുന്നികളുണ്ട്. പക്ഷേ ഇതിന് പിന്നെ എന്തിനാണ് സലഫി എന്ന പേരിൽ ഒരു പ്രത്യേക പേര് നൽകേണ്ട കാരണം എന്താണ്? കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് നമ്മൾ സുന്നത്ത് എന്നത് ചേർക്കുന്നത്. ഈ സുന്നത്ത് ഇല്ലാത്ത ഒരു സലഫ് സാലിഹും കഴിഞ്ഞു പോയിട്ടില്ല. സ്വഹാബാക്കളെല്ലാം സുന്നികളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചവരാണ്. പിന്നെ എന്തിനാണ് ഈ സുന്നി എന്ന പേര് മാറ്റി ഒരു സലഫി എന്ന വാക്കിലേക്ക് പോയതിൻ്റെ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രയോഗത്തിലേക്ക് പോയതിൻ്റെ കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഈ സുന്നി എന്ന ഈ പ്രയോഗം മാറ്റി സലഫി എന്ന പ്രയോഗത്തിലേക്ക് വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, സുന്നി എന്നത് സ്വഹാബാക്കളും താബിഈങ്ങളും എല്ലാവരും സുന്നികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചവരാണ്. പിന്നെ എന്തിന് സലഫി എന്ന പ്രയോഗം എന്ന് വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം മുസ്ലിമീങ്ങളെ കാഫിറാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്ന ആദ്യ വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഖവാരിജുകൾ, അതിനുശേഷം മുഅ്തസിലത്ത്, അതുപോലെ കറാമിയത്ത്, ഹസബിയത്ത്, മുജസ്സിമത്ത്, മുശബ്ബിഹത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ അവർ സലഫ് സ്വാലിഹുകളുടെ കാലത്ത് ജീവിച്ചിരുന്നു. ഒരു പക്ഷേ അവരിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കണം ഇവർ സലഫികൾ എന്ന് പറയുന്നത്. അത് ഞാൻ വെറുതെ പറയുകയല്ല. അതിൻ്റെ കാരണം അവരുടെ ആശയങ്ങളാണ് ഇന്ന് ഈ സലഫികൾ വെച്ചു പുലർത്തുന്നത്, സ്വഹാബത്തിൻ്റെ ആശയമല്ല. ഉദാഹരണത്തിന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കാലത്താണ് രണ്ടാമത്തെ ബാങ്ക് നിലവിൽ വന്നത്. ഇത് സ്വഹാബിയായ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇന്ന് നമ്മൾ ഏത് രാഷ്ട്രങ്ങളിൽ പോയാലും ജുമഅക്ക് 2 ബാങ്കുണ്ട്. സൗദിയിൽ പോയാലുണ്ട്, UAE പോയാലുണ്ട്, ഒമാനിൽ പോയാലുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും നമ്മുടെ കേരളത്തിലെ സുന്നികളുടെ പള്ളികളിലെല്ലാം 2 ബാങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ജുമഅക്ക് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി ഇമാം മിമ്പറിൽ കയറിയതിനു ശേഷം ഒരു ബാങ്ക് കൊടുക്കാറുണ്ട്, അതിന് മുമ്പ് ഒരു ബാങ്കും കൊടുക്കാറുണ്ട്. ഇങ്ങനെ 2 ബാങ്കുണ്ട്. പക്ഷെ കേരളത്തിലെ മുജാഹിദുകൾ ഏത് വിഭാഗമാണെങ്കിലും അവരുടെ പള്ളികളിൽ എന്തുകൊണ്ട് ഈ രണ്ടാമത്തെ ബാങ്കില്ല? അത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മാറ്റിവെച്ചാൽ തന്നെ ഈ മുജാഹിദുകളുടെ നേതാവായ ഇബ്നു ബാസ് പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സംഘം അവിടെ ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഇത് പരിശോധിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ വഹാബികൾ അല്ലെങ്കിൽ സലഫികൾ എന്നൊക്കെ പറയപ്പെടുന്ന വിഭാഗം, ആ ആശയം ഉൾക്കൊള്ളുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. അവർ നേരെ സൗദി അറേബ്യയിലുള്ള സലഫി പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്നാണ് നോക്കാറുള്ളത്. ഇത് സംശയമില്ലല്ലോ. എന്നാൽ ഈ സലഫികളുടെ നേതാവ്
ഇബ്നു ബാസ് പറയുകയാണ്, സുമ്മ സാദ ഉസ്മാനു അദാനൻ സാനിയ, പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ബാങ്ക് കൊണ്ടുവരികയാണ്. മുസ്തഹബ്ബുൽ തംബീഹിന്നാസ്, ജനങ്ങളെ ഇന്ന് വെള്ളിയാഴ്ച അലാ അന്നൽ യൗമ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണിന്ന് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ രണ്ടാമത്തെ ബാങ്ക് നിലവിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു ബാസ് പറയുകയാണ്, സലഫുകൾ ആ രീതിയിൽ മുന്നോട്ട് പോയി. തഅസ്സിയം ബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് സലഫുകൾ ആ വഴി നീങ്ങി. സലഫ് സ്വാലിഹീങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഇവർ സലഫ് സ്വാലിഹിന്റെ വഴിയിലല്ല. അതുകൊണ്ടാണ് സലഫുകളെ വഴി തുടർന്നപ്പോൾ എല്ലാ സ്വഹാബാക്കളും ഈ വഴിയാണ് സ്വീകരിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വഫി അഹ്ദി അലി റളിയല്ലാഹു അൻഹു വ അഹ്ദി സ്വഹാബ ബഅദ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം സ്വഹാബാക്കളെല്ലാം ഈ വഴി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ജുമുഅക്ക് 2 ബാങ്ക് കൊടുത്തു. പിന്നീട് പറയുകയാണ്, പിന്നെ സലഫ് സ്വാലിഹുകൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഫഹാദാ മശ്റൂഉൻ മിൻ അമലിൽ ഖുലഫാഇ റാഷിദീൻ. ഇബ്നു ബാസ് പറയുകയാണ്, ഈ പ്രവർത്തനം രണ്ടാമത്തെ ബാങ്ക് അത് മശ്റൂഉൻ ശറഅക്കപ്പെട്ടതാണ്, ദീനുൽ ഇസ്ലാമിൽ സുന്നത്തായ കാര്യമാണ്. മിൻ അമലിൽ ഖുലഫാഇ റാഷിദീൻ, ഖുലഫാഉ റാഷിദീങ്ങളുടെ പ്രവൃത്തി മുഖേന അത് ശറഅക്കപ്പെട്ടതാണ്. വറസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി, എന്റെയും എൻ്റെ ശേഷം അതുപോലെ ഖുലഫാഉ റാഷിദീങ്ങൾ അവരുടെയും സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. വ മഅലൂമുൻ അന്ന ഉസ്മാൻ റളിയല്ലാഹു അൻ വ അലിയൻ കുല്ലഹും മിനൽ ഖുലഫാഇ റാഷിദീൻ, അലി റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അവരെല്ലാം ഖുലഫാഉ റാഷിദീങ്ങളിൽ പെട്ടതാണല്ലോ. ഫസ്സുന്നത്തു യുതാ ബി അദാനിൻ അവ്വൽ ലിൽ ജുമുഅ, അതുകൊണ്ട് തന്നെ സുന്നത്ത് ജുമുഅക്ക് 2 ബാങ്ക് കൊണ്ടുവരലാണ്. ഇത് നമ്മളാരും എഴുതിയതല്ല. വഹാബികളുടെ പരമാത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ ഫതാവയിലാണ് ഇത് രേഖപ്പെടുത്തിയത്. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെയുള്ള കേരളത്തിലുള്ള മുജാഹിദിൻ്റെ ഏത് പള്ളിയിലാണ് ഈ സുന്നത്തുള്ളത്? അഥവാ സ്വഹാബത്ത് രണ്ടാമത്തെ ബാങ്ക് കൊടുത്ത് അവർ ദീനിൽ കടത്തി കൂട്ടിയവരാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ടല്ലേ ഈ ബാങ്ക് കൊടുക്കാതിരിക്കുന്നത്? ഇനി ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടെങ്കിൽ ഞാൻ വിമർശിക്കുകയല്ല, നിങ്ങൾ സ്നേഹത്തോടെ ഇത് കേൾക്കണം. നമുക്കെല്ലാവർക്കും മരണാന്തര ജീവിതത്തിൽ സുഖം ലഭിക്കണം, ഈമാനോടെ മരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മൗലവിമാർ രണ്ടാമത്തെ ബാങ്ക് ഈ കേരളത്തിലെ പള്ളിയിൽ കൊടുക്കാത്തതിന് കാരണം എന്താ പറഞ്ഞത്? അത് ബിദ്അത്താണ് എന്നല്ലേ, അതല്ലേ അവർ പ്രസംഗിക്കാറുള്ളത്. നോക്കൂ നിങ്ങൾ, ഇബ്നു ബാസ് തന്നെ പറയുന്നു ഇത് ശറഅാണ്, സുന്നത്താണ്. കാരണം സ്വഹാബത്ത് ചെയ്തതാണ്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ശേഷമുള്ള സലഫ് സ്വാലിഹീങ്ങളും ചെയ്തു എന്നതിൽ ഏതെങ്കിലും മുജാഹിദിന് സംശയമുണ്ടോ? ഒരാൾക്കും സംശയമില്ല. എന്നിട്ടും എന്തേ ഇതിനെ വലിച്ചെറിഞ്ഞത്? അതിൻ്റെ കാരണം സ്വഹാബത്തിനെ ഇത്തിബാഅ് ചെയ്യുന്നില്ല, സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്നില്ല. അതാണ് നമ്മളും മുജാഹിദുകളും തമ്മിലുള്ള വ്യത്യാസം. സ്വഹാബത്ത് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. കാരണം അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ.